കാര്യം കേരള സ്റ്റോറി പാർട്ട് 2 ട്രെയിലർ റിലീസായ സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ പലരും കിടന്ന് തമ്മിലടിയാണ് ഇപ്പോഴും. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു കൂട്ടർ, നടക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ. നമ്മളിങ്ങനെ തമ്മിലടിച്ചാൽ തന്നെ അവർ വിജയിച്ചു എന്നാണ്. സിനിമ ഇവിടെ റിലീസ് ചെയ്യണ്ട, ഇവിടെ ഓടണ്ട, ഇവിടെ നിന്ന് കളക്ട് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഇതിൻ്റെ പേരിൽ സംസാരിച്ചാൽ, ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും സംസാരിച്ചാൽ അവർ വിജയിച്ചു, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവരെ വിജയിപ്പിക്കാൻ പാടില്ല ഗൈസ്. നമ്മളൊക്കെ ഒന്നാണ്. കാര്യം മതമുണ്ട്, മതം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതില്ലാതാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. എങ്കിലും കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു തലമുറ ചിന്തിക്കുന്നത് മതം പ്രാന്തായിട്ട് കൊണ്ടു കിടന്ന് ഇന്ന മതത്തിലുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ, ഇന്ന മതമായിട്ടേ ഞാൻ കൂട്ടുകൊടുത്തുള്ളൂ, അങ്ങനെ നടക്കുന്നവരൊന്നുമല്ല. എല്ലാവരും മിക്സറായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജനറേഷനിലെ പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കും. മതമൊന്നും അവർ നോക്കത്തില്ല, കല്യാണം കഴിക്കും, ഹാപ്പിയായിട്ട് ജീവിക്കും. അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരാൻ നേരത്ത് ഇന്ത്യയിലെ മൊത്തം പ്രശ്നം തീരും. അതുവരെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നമ്മുടെ ഫോക്കസ് എന്തിലായിരിക്കണം? നമ്മുടെ ആ ഒരു ഒത്തൊരുമ, അത് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു പടം കൊണ്ടൊന്നും അതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല, നമ്മൾ സമ്മതിക്കത്തില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ലാസ്റ്റായിട്ട് പറയുവാണ്. ബീഫിന് എത്രയാണ് വില നിങ്ങളുടെ നാട്ടിൽ? നാടിൻ്റെ പേരും ബീഫിൻ്റെ വിലയും കമൻറ്റ് ബോക്സിൽ ഇടുക.